ഗുരുവായൂർ അമ്പലത്തിലുള്ളൊരു തിരക്കുണ്ടോ, ഭയങ്കര തിരക്കാട്ടോ. ഇപ്പോൾ സമയം 11 മണി. ഹലോ, അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്ന് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ, ഡൽഹിയിലുള്ള മയൂരുകാറിലുള്ള ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോയൊരു വീഡിയോ ഒക്കെയാണ് കേട്ടോ. പിന്നെ ഇസ്കോൺ ടെമ്പിളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ ഒരു അമ്പലത്തിൽ പോയൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ ഒരു 10-11 മണിയൊക്കെ ആയപ്പോഴാണ് പോയത്. നമ്മൾ രാവിലെ ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ളൊരു അയ്യപ്പൻ്റെ അമ്പലം ഉണ്ടായിരുന്നു, അവിടെയൊക്കെ പോയി തൊഴുതു വന്നു. പിന്നെ അതിന് ശേഷം കേട്ടോ ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ നമ്മളിതാ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ഒരു ഇത് പൂവ് കൊണ്ട് ഇങ്ങനെ ഇട്ടതാട്ടോ. അത് നല്ല ഭംഗിയില്ലേ കാണാൻ, ഫുള്ള് തിരക്കായിരുന്നു കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ജന്മാഷ്ടമീൻ്റെ അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ അന്നത്തെ ദിവസങ്ങളിൽ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. അപ്പം ഓൾറെഡി നല്ല തിരക്കായിരുന്നു, ആ തിരക്കിലാണ് ഞങ്ങളും ചെന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി പിന്നെ അമ്പലത്തിൻ്റെ അകത്ത് ഞങ്ങൾ എത്തുന്നതിന് കുറച്ച് മുന്നേ നട അടയ്ക്കാറായിട്ട്. അപ്പോൾ അത് കാരണം നമ്മൾ വേഗം കയറി തൊഴുതു കേട്ടോ. അപ്പോൾ വേഗം കയറി തൊഴുത് ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ കൃഷ്ണനെ ഇങ്ങനെ പൂവ് കൊണ്ട് ഇങ്ങനെ വരച്ച് വെച്ചത് കണ്ടത് കേട്ടോ. അങ്ങനെ ഞങ്ങളത് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ അമ്പലത്തിൽ നിന്ന് നമ്മൾ പ്രസാദം വാങ്ങിക്കാനുള്ള ക്യൂ ആട്ടോ അത്. അപ്പം നമുക്ക് തീർത്തും ചന്ദനമൊക്കെ കിട്ടണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങളും ഇങ്ങനെ ക്യൂവിലൊക്കെ നിന്ന് പിന്നെ അവിടെ ഇതാ കുറേ ആൾക്കാരും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രസാദം ഉണ്ടല്ലോ, പ്രസാദം ഇട്ട്. അപ്പോൾ നമ്മൾ അവിടുത്തെ ഗുരുവായൂരപ്പൻ്റെ പ്രസാദം, ഞങ്ങൾ ഗുരുവായൂരപ്പൻ്റെ പ്രസാദം സദ്യയൊക്കെ കഴിച്ചു. ഞങ്ങൾ അവിടുന്ന് കഴിച്ചപ്പോൾ നല്ല തിരക്കാട്ടോ. നമുക്ക് വലിയ ക്യൂ ആയിരുന്നുണ്ട്, എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. അപ്പം കുറേ വലിയൊരു ഹോളായതുകൊണ്ട് പിന്നെ നമുക്ക് അത്ര തിരക്കൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് പോന്നു കേട്ടോ. തിരിച്ച് പോരുന്ന സമയത്ത് അവിടെ ഉറിയടീൻ്റെയൊക്കെ അത് പിന്നെ ഉറിയടി വൈകുന്നേരം ഉറിയടി പ്രോഗ്രാമും ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെയാണ് അതൊക്കെ തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. ഏതോ ഒരു പ്രാവശ്യം ഞങ്ങളിങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഉറിയടിയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് പോയ സമയത്ത് ഞങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട്, നല്ല തിരക്കായിരുന്നു വൈകുന്നേരം. എന്നിട്ട് ഞങ്ങളവിടെ തിരിച്ച് പോരാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിപ്പോയി. അത് കാരണം ഞങ്ങൾ രാവിലെ പോയത് കേട്ടോ. അപ്പോൾ ഉറിയടിക്ക് വേണ്ടിയിട്ട് എല്ലാം തയ്യാറാക്കി നിൽക്കട്ടെ. പിന്നെ ഘോഷയാത്രേൻ്റെ കുട്ടികൾ വരലും മേക്കപ്പ് ചെയ്യലും പിന്നെ അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടല്ലോ, നാട്ടിലെ പോലെ തന്നെ ആണ് കേട്ടോ ഇവിടെയും ചെയ്യാറ്. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോയി ഗുരുവായൂരപ്പൻ്റെ പ്രസാദമൊക്കെ കഴിച്ചു. ഞങ്ങളിത് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. നല്ല തിരക്കാട്ടോ ഗുരുവായൂർ അമ്പലത്തിൽ, ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ അത്രയും തിരക്ക്. ഭക്ഷണത്തിനൊക്കെ ആണെങ്കിൽ ഒരുപാട് തിരക്ക്. അതാ ഒരാളിതാ ബാക്കിൽ ക്ഷീണിച്ച് കിടക്കുക സദ്യ കൊണ്ടിട്ട്. അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. റോഡൊക്കെ ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല, മറ്റ് സാധാരണ നല്ല തിരക്കില്ല. ഇന്ന് എന്താ അറിയില്ല, ഇന്ന് കുറച്ച് തിരക്കൊക്കെ കുറവാണ് ഇവിടെ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോരുക കേട്ടോ. അവിടുന്ന് തിരിച്ചു പോകുന്ന സമയത്ത് റോഡൊക്കെ കാലിയായിരുന്നു കേട്ടോ. പൊതുവേ ഒഴിവല്ലേ, ലീവ് ദിവസം ആയതുകൊണ്ടായിരിക്കാം. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം വൈകിട്ട് ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെ ഇസ്കോൺ ടെമ്പിൾ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ആ ഇസ്കോൺ ടെമ്പിളിലേക്ക് ഞങ്ങൾ പോകട്ടോ. മോളോട് വരാൻ പറഞ്ഞിട്ട് മോള് പറഞ്ഞു ഞാനില്ല. രാവിലെ നമ്മൾ കുറേ സമയം ക്യൂ നിന്നുണ്ടായിരുന്നു കേട്ടോ, അമ്പലത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ടും അല്ലാതെ നമ്മൾ അന്നദാനം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് ക്യൂ നിന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വെയിലൊക്കെ കൊണ്ടോട്ട് മോൾക്ക് തലവേദനയൊക്കെ വരുന്നത്. അപ്പോൾ മോള് പറഞ്ഞാൽ ഞാനില്ല, അമ്മ പൊയ്ക്കുമെന്നാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു VIP പാസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ക്യൂ ഒന്നും നിൽക്കേണ്ടി വന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് അവിടെ കയറി തൊഴുത് തിരിച്ച് പോരുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകട്ടോ. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ അവിടെ നല്ല സെറ്റപ്പ് കേട്ടോ. കാരണം അവിടെ എല്ലാം അറേഞ്ച് ചെയ്തിരുന്ന നല്ല എല്ലാ ഓർഡർ വൈസിലാട്ടോ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഈ അമ്പലത്തിലേക്ക് പോകുന്നത് കേട്ടോ. ഇങ്ങനെ ആഘോഷ ദിവസങ്ങൾ അല്ലാതെ നമ്മൾ പൊതുവെ പോയിട്ടുണ്ട്, എങ്കിൽ കൂടി ഇത്ര തിരക്കുള്ള സമയത്ത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് പോണത്. അങ്ങനെ ഞങ്ങൾ പോണ സമയത്ത് ചെരുപ്പൊക്കെ വെക്കണമല്ലോ, ചെരുപ്പ് വെക്കാൻ അവിടെ ഒരു ഷൂ റാക്കിൻ്റെ സ്ഥലമുണ്ട്.
അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ ചെരുപ്പൊക്കെ വെച്ചു. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ കൃഷ്ണന് ഇഷ്ടമുള്ള സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ വിൽക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാം, വേണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കേണ്ട. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറുക കേട്ടോ, അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറുകയാണേ. അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറിയ സമയത്ത് അത് അവിടെ കുറച്ച് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് 1-2 ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ ഞങ്ങളിതാ അകത്തേക്ക് കയറി കേട്ടോ. അപ്പോൾ കയറി പോകുമ്പോഴൊക്കെ അങ്ങനെ കുറേ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് കേട്ടോ പോകേണ്ട. VIP പാസ് ഉള്ളവർക്ക് വേറെ സ്ഥലം, നോർമൽ ആൾക്കാർക്ക് അങ്ങനെ പല സ്ഥലങ്ങളിൽ കൂടി കേട്ടോ ആൾക്കാർക്ക് പോകേണ്ട അറേഞ്ച് ചെയ്ത് വെച്ചത്. അങ്ങനെ ഞങ്ങളും ഞങ്ങളുടെ പാസിൻ്റെ VIP പാസിനനുസരിച്ചുള്ള സ്ഥലത്ത് കൂടെ ഞങ്ങളും പോയിട്ടോ. അവിടെ എത്തിയ സമയത്ത് ഭയങ്കര തിരക്കായിരുന്നേ. അപ്പോൾ നമുക്ക് അങ്ങനെ കാര്യമായി വീഡിയോ എടുക്കാനും ഒന്നും പറ്റൂല കേട്ടോ. അപ്പോൾ ഞാനും അങ്ങനെ, അപ്പോൾ അവിടെ ഭയങ്കര സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങ് പോകുന്ന വഴിയിലൊക്കെ എല്ലാത്തിലും പോലീസ് സെക്യൂരിറ്റിയൊക്കെ ഭയങ്കര ടൈറ്റായിട്ടാണ് അവിടെ ഉള്ളത്. അപ്പം നമ്മൾ അങ്ങനെ അതിൻ്റെ അകത്തേക്ക്, അപ്പോൾ ഇവരും വരാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുക കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ അവിടെ എത്തി. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തൊഴുത് അപ്പോഴേക്കും എല്ലാവരോടും വേഗം പോകാൻ പറയുന്നുണ്ട് കേട്ടോ. മധുരയിലൊക്കെ പോയവർക്ക് അറിയാം, മധുരയിലൊക്കെ പോയാൽ അങ്ങനെയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ എത്തുമ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ അതിൽ നമ്മുടെ നാട്ടിലെ ഗുരുവായൂർ അമ്പലത്തേക്ക് ജസ്റ്റ് കയറി കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് തൊഴുത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് വേഗം പോരാൻ വേണ്ടി പറയുമല്ലോ. അപ്പോൾ അങ്ങനെ വേഗം പോരാൻ പറഞ്ഞാൽ അങ്ങനെ ഞാൻ അവിടുന്ന് വേഗം പോകുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതാണ്. പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് പുറത്തുനിന്നുള്ള വ്യൂ കേട്ടോ ഇത്. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്താണ്. അവിടെ അപ്പുറത്താണ് ഭയങ്കര കൾച്ചറൽ പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട്. പല സ്റ്റേറ്റിൻ്റെ ഫുഡ് കാര്യങ്ങൾ, പിന്നെ പല സ്റ്റേറ്റിൻ്റെ പ്രോഗ്രാംസ് അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളെ ഒരു കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അവിടുത്തെ ഒരു മെമ്പറും കൂടിയാണ്. അപ്പോൾ അവരാണ് ഞങ്ങളെ ഫുഡ് കഴിക്കാനൊക്കെ അവിടുത്തെ പ്രസാദം ഇട്ട് അവിടേക്കൊക്കെ കൊണ്ടുപോയി. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ പ്രസാദം കഴിച്ചില്ല, നമ്മൾ വാങ്ങിച്ചിട്ട് പോന്നു കേട്ടോ. മോള് ഇവിടെയല്ലേ, അപ്പോൾ മോക്കുള്ളതും കൂടെ ആയിട്ട് നമ്മൾ വാങ്ങിച്ചിട്ട് പോന്നു. അപ്പോൾ അതാ ഞങ്ങൾ തിരിച്ച് അമ്പലത്തിലൊക്കെ കയറി തൊഴുത് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോരും കേട്ടോ. അപ്പോൾ അന്ന് അതാ ഓരോരോ പ്രോഗ്രാംസ് എല്ലാം നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ ഓരോ പ്രോഗ്രാംസിനുള്ള കുട്ടികളൊക്കെ റെഡി ആയിട്ട് ഇങ്ങനെ സ്റ്റേജിലേക്ക് പോവുക കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ അതിൽ ആ കൂട്ടത്തിൽ മലയാളികളും ഉണ്ടെന്ന് തോന്നുന്നു. ഒരു ആൻറ്റീനെ കണ്ടിട്ട് മലയാളിയാന്ന് തോന്നുന്നുണ്ട്. അപ്പം ഞാനങ്ങനെ ആ പ്രസാദമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് പോരുക കേട്ടോ ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ കുഞ്ഞു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ. പുതിയതായി വന്ന കൂട്ടുകാർ അറിയില്ല, ഞാൻ വീഡിയോ എടുക്കാനൊക്കെ ഇപ്പോൾ ഇങ്ങനെ പഠിച്ച് വരുന്നുള്ളൂ. പിന്നെ വീഡിയോയിലൊക്കെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്, പക്ഷേ എങ്കിലും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പം അവിടെ ഇങ്ങനെ സ്ക്രീൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ താങ്ക് യു.